പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ 2 അധ്യായങ്ങളിലായി നിങ്ങൾ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സാംസ്കാരികവുമായിട്ടുള്ള ചില കാര്യങ്ങളും ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില സമരങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വരെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഗാന്ധിജി നടത്തിയ നിസ്സഹകരണ സമരം, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ സമരങ്ങളും, അതിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട വഴികളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി ശ്രമം നടത്തിയ നേതാക്കളെയും പ്രസ്ഥാനങ്ങളെയും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് ശേഷം അതിൻ്റെ അനുഭവങ്ങളുമായി ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് ചില പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ്. ഈ പ്രാദേശിക പ്രശ്നങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ പാഠഭാഗം ആരംഭിക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഇവ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേദയിലെ കർഷക സമരം എന്നിവയാണ്. ഇവ എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്നതോടൊപ്പം തന്നെ അക്രമരഹിത മാർഗങ്ങളിലൂടെ അഹിംസ എന്ന് പറയുന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ആദ്യത്തെ സമരമായിരുന്നു ബീഹാറിലെ ചമ്പാരൻ എന്ന പ്രദേശത്തെ നീലം കർഷകരുടെ സമരം. ഗാന്ധിജിയുടെ ഇടപെടലിൻ്റെ ഫലമായി കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കുന്നതിന് അധികാരികൾ തയ്യാറായി എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. സമരാനന്തരം ഗാന്ധിജി ചമ്പാരനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു. അവർക്കായി പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വൈദ്യസഹായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. 1917 നടന്ന ഈ സമരം ഗാന്ധിജിയെ ഇന്ത്യയിലെ ജനങ്ങളിടയിൽ ശ്രദ്ധിക്കുന്നതിനുള്ള ആദ്യ സമരമായി ജനങ്ങൾ കണ്ടു. അതിനെ തുടർന്ന് ഇതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് തന്നെ, അക്രമരഹിത മാർഗം സ്വീകരിച്ചുകൊണ്ട് തന്നെ, അഹിംസാത്മകമായിട്ടുള്ള രീതി അവലംബിച്ചുകൊണ്ട് തന്നെ ഗുജറാത്തിൽ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ടു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ളതായിരുന്നു. ഈ പ്രദേശത്തുണ്ടായ പ്ലേഗ് ബാധയെ തുടർന്ന് തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതായിരുന്നു ഈ സമരത്തിന് പിന്നിലുള്ള കാരണം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ സംഘടിക്കുകയും ഉപവാസ സമരത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവ് അനുവദിക്കുകയും ചെയ്തു.
ഈ സമരം നടന്നത് 1918 ഇതേ വർഷം തന്നെ ഗാന്ധിജി മറ്റൊരു സമരം കൂടി നടത്തുകയുണ്ടായി. ഗുജറാത്തിലെ തന്നെ ഖേദയിലെ കർഷക സമരം എന്നാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതം അനുഭവിച്ചിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കുവാൻ അധികാരികൾ തയ്യാറായതാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. മുൻപ് നടന്ന 2 സമരങ്ങളെപ്പോലെ ഇവിടെയും സമാധാനപരമായ അക്രമരഹിത മാർഗം തന്നെ ഗാന്ധിജി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സമരത്തെ തുടർന്ന് നികുതി ഒഴിവാക്കി കൊടുക്കുന്നതിന് അധികാരികൾ തയ്യാറായി. 1918 ഈ സമരവും നടന്നത്. ഇയർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാ ഗാന്ധി. ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. ഗാന്ധിജി's involvement compelled the authorities to pass laws in favor of the indigo farmers. After the Champaran struggle, Gandhiji worked for establishing primary schools, initiating medical aids, involving in cleaning activities, etc. in Champaran. The struggle was in the year 1917. Another struggle was Ahmedabad cotton mill strike, that is in Gujarat. The main reason and the method of struggle was regarding the denial of plague bonus is the main reason. Following Gandhiji's Satyagraha, the authorities agreed to hike the wage of the employees. That was in the year 1918. The last early struggle of Gandhiji was the peasant struggle in Kheda district of Gujarat. Due to the drought and crop failure, the farmers were live in utter misery. The rulers decided to collect tax from these villagers. That was the reason for the Kheda struggle. Finally, the authorities were forced to reduce tax rates. The Kheda struggle was also in the year 1918. നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഗാന്ധിജി നടത്തിയ ആദ്യകാല സമരങ്ങളെക്കുറിച്ചാണ്. ഈ ആദ്യകാല സമരങ്ങളെ തുടർന്ന് ഗാന്ധിജി സാധാരണക്കാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുകയും അവരിൽ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. എന്തായിരുന്നു അതിനുള്ള കാരണം? നമുക്കതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. സാധാരണക്കാരുടെ ഇടയിൽ ഗാന്ധിജിയിൽ വിശ്വാസവും അംഗീകാരവും നേടിയെടുക്കുന്നതിന് ഇടയാക്കിയ കാരണമെന്ത്? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 21 വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിനിടയിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അനുഭവങ്ങളുമായിട്ടാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. സാധാരണക്കാരെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഭക്ഷണം, വസ്ത്രം, ഭാഷ തുടങ്ങിയവ സാധാരണക്കാർക്ക് അംഗീകരിക്കാവുന്നതും അതോടൊപ്പം തന്നെ അവരെ ആകർഷിക്കുന്ന തരത്തിലും ആയിരുന്നു. അഹിംസയിലധിഷ്ഠിതമായിട്ടുള്ള സമര രീതി, അക്രമ സമരം വെടിഞ്ഞുകൊണ്ട് അഹിംസ രീതി സ്വീകരിച്ചത് ജനങ്ങളിൽ അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടാക്കി. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തുന്നതിന് ഈ സംഭവങ്ങൾ സാധാരണക്കാർക്ക് സഹായകമായി തീർന്നു. ഹൗ ഗാന്ധിജി കുഡ് ഗെയിൻ ദ ട്രസ്റ്റ് ആൻഡ് റിക്കഗ്നിഷൻ ഓഫ് ദ കോമൺ പീപ്പിൾ. The agitations be conducted in South Africa.
his lifestyle as a common man, food, clothing, language. Method of struggle based on non-violence. They are found in Gandhiji, savior who could solve their problems. നമ്മളിവിടെ ചർച്ച ചെയ്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെക്കുറിച്ചും ഈ ആദ്യകാല സമരങ്ങൾ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഗാന്ധിജിക്ക് ഉണ്ടാക്കിക്കൊടുത്ത അംഗീകാരങ്ങളെക്കുറിച്ചും ആണ്. ഇനി നമുക്കിവിടെ ചർച്ച ചെയ്യുവാനുള്ളത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതിനെക്കുറിച്ച് ആണ്. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. Let us find the results of the early struggles that Gandhiji took up in India. The struggles he took up popularized his ideologies and method of protest. Till his entry into the political scenario, national movement was confined to the educated society. His method of protest attracted the laymen to the movement. The city-centric national movement spread to the rural areas. Gandhiji became a national leader acceptable to all strata of society. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ ധാരയിലേക്ക് ഗാന്ധിജി കടന്നു വരുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് റൗലറ്റ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യക്കാരുടെ പൗരാവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഇതനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുവാനും വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുവാനുമുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ നിയമം പാസാക്കിയപ്പോൾ ഇന്ത്യ വ്യാപകമായി ധാരാളം പ്രതിഷേധങ്ങൾ അരങ്ങേറി. അത്തരത്തിലുള്ള ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സമരമായിരുന്നു പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലുള്ള ജാലിയൻ വാലാബാഗിൽ നടന്ന 1919 ജാലിയൻ വാലാബാഗ് സമരവും തുടർന്നുള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിന്റെ ഇരട്ടിയായിരുന്നു. Jallianwala Bagh Massacre. People gathered at Jallianwala Bagh in Amritsar on 13th April 1919 to protest against the arrest of Saifuddin Kichlu and Satyapal, who led the Anti-Rowlatt Act agitations in Punjab. The city was under the control of the army.
Accusing that the protesters violated his instructions, the army chief General Dyer ordered to shoot without warning. The innocent, armless people were trapped as the ground was surrounded by the buildings and the only entrance was blocked by the armed British soldiers. As per the British records, the shooting of 10 minutes killed 379 protesters. In fact, the death toll was actually double this. ഗാന്ധിജി ഈ കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചത് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കുകയാണെങ്കിൽ റൗലറ്റ് നിയമം അതിൻ്റെ അടിത്തറ ഇളക്കുന്നതിന് കാരണമായി. ഇതായിരുന്നു റൗലറ്റ് നിയമത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ പ്രതികരണം. തുടർന്ന് 1919 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച സമരമായിരുന്നു നിസ്സഹകരണ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രാധാന്യമുള്ള സമരവുമായിരുന്നു ഈ സമരം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക തുടങ്ങുകയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ. Lawyers shall boycott courts. The public shall boycott foreign products. Boycott elections. Retaining the British awards and prizes. Denial of taxes. Students shall boycott English schools. That are the main characteristics of the non-cooperation movement. 1919 നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഈ ആഹ്വാനമനുസരിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ വിവിധങ്ങളായ നിസ്സഹകരണ സമര പരിപാടികൾ നടപ്പിലാക്കി. അവ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വന നിയമം ലംഘിച്ച വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതികളിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് സ്കൂളുകൾ ഉപേക്ഷിക്കുകയും കോളേജുകളും ഉപേക്ഷിക്കുകയും ചെയ്തു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. The farmers in Awadh refused to pay taxes. The tribal groups in northern Andhra entered the forests and collected the forest products, violating the forest laws. Farmers in Uttar Pradesh refused to carry the luggage of the colonial officials. Workers struck work. Lawyers boycott courts. Students quitted colleges and schools run by the British. The public, including women, burned foreign clothes on the streets. These are the methods adopted by the people all over India according to the declaration of the non-cooperation movement by Gandhiji. ബഹിഷ്കരണ സമരത്തോടൊപ്പം തന്നെ ഗാന്ധിജി ചില നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂടി ഏർപ്പെടുകയുണ്ടായി.
അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാന്ധിജി, അവയെക്കുറിച്ച് കൂടി നമുക്ക് ഇതിൻ്റെ ഭാഗമായി ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. നിസ്സഹകരണ സമരത്തെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ചെയ്തു. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉപേക്ഷിക്കുകയും ദേശീയ വിദ്യാലയങ്ങളിലേക്ക് ചേരുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഗാന്ധിജി മോട്ടിവേറ്റഡ് ദി പീപ്പിൾ to participate in constructive programs. Inspired by this, people began to make indigenous products, spin khadi cloth using charka, established national schools and popularized Hindi. Kashi Vidyapith, Gujarat Vidyapith, Jamia Millia, etc. are some of the schools established during that period. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അലി സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചേർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. ബ്രിട്ടീഷുകാർ ഒന്നാം ലോക യുദ്ധത്തെ തുടർന്ന് നടപ്പിലാക്കിയ തുർക്കിക്കെതിരായ നടപടികളായിരുന്നു ലോകവ്യാപകമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കാരണമായി തീർന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ഗാന്ധിജി ഇതിനെ ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായി കാണുകയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് ഇന്ത്യ വ്യാപകമായി സഞ്ചരിക്കുകയും സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള മനോഭാവം ഇന്ത്യൻ ജനതയുടെ ഇടയിൽ വേരോടുകയും ചെയ്തു. അലി ബ്രദേഴ്സ് സ്റ്റാർട്ടഡ് ദി ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. മൗലാന മുഹമ്മദ് അലി ആൻഡ് Maulana Shaukat Ali are the Ali brothers. They were the starting figures of the Khilafat movement in India. Gandhiji supported the Khilafat movement and who travelled with the Khilafat leaders and supported the Hindu-Muslim unity. കുട്ടികളെ, നമ്മളിവിടെ ചർച്ച ചെയ്തത് ഗാന്ധിജി നടപ്പിലാക്കിയ ആദ്യകാല സമരങ്ങളെക്കുറിച്ചും ദേശീയ സ്വഭാവത്തോടു കൂടി ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ സമരത്തെയും കുറിച്ചാണ്. ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർവഹിക്കേണ്ട ചില തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് ചില അസൈൻമെൻറ്റുകളായി അവ നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠഭാഗം അവസാനിപ്പിക്കാം. ഈ രണ്ട് വർക്കുകളും ഭംഗിയായി നിർവഹിച്ച് അടുത്ത ക്ലാസ്സിൽ തുടർ ക്ലാസ് കാണുന്നതിന് നിങ്ങളെല്ലാവരും എത്തിച്ചേരുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.